ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ക്യാപ്റ്റൻ മില്ലർ കാണാൻ വേണ്ടി വന്നിങ്ങനെ രാവിലെ 6:45 ഷോ എന്നതേലട്ടാ. ഞാനൊരു കട്ട ധനുഷ് ഫാനാണ്. അതുകൊണ്ട് തന്നെ ധനുഷ് എന്നതിൻ്റെ പടം ആദ്യത്തെ ദിവസം തന്നെ കാണും നമ്മൾ. അത് ഇതിൻ്റെ ട്രെയിൻ എനിക്ക് ഒടുക്കത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവളും കട്ട ഫാനാണ് ധനുഷിൻ്റെ. അപ്പോൾ ഞാൻ സിനിമയൊക്കെ കണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്തോന്ന് ഞാൻ പറയും. കാരണം കിടിലൻ പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കിടിലൻ പടം. ഈ സിനിമ തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്കിതൊരു തമിഴ് സിനിമയാണെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റാണ്ടായി. കാരണം ഇതിൻ്റെ മേക്കിംഗ്, ഇതിൻ്റെ ഒരു സ്റ്റൈല്, ഇതിൻ്റെ ത്രൂ ഔട്ട് ഒരു എനിക്ക് കിട്ടിയ വൈബ് എന്ന് പറഞ്ഞാൽ ഒരു ക്വന്റൻ ടാരന്റീനോ എടുത്തിരിക്കുന്ന ടൈപ്പ് ഒരു മൂവിയുടെ ഒരു, എനിക്ക് തോന്നുന്നു മേ ബി ആ ഒരു ക്ലിന്റ് ഈസ്റ്റ്വുഡ് അല്ലെങ്കിൽ ആ ഒരു പഴയ വൈൽഡ് വെസ്റ്റ് പടത്തിന്റെ ഒരു വൈബ് ഉള്ളതുകൊണ്ടാണെന്നറിയില്ല, മൊത്തത്തിൽ എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. പിന്നെ ഇതിനകത്ത് കുറെ എന്താ പറയാ സ്ക്രീൻ റേഷ്യോ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. ചില സമയത്ത് എനിക്കിതൊരു വെസ് ആൻഡർസൺ പടത്തിന്റെ ഒരു ഫീല് കിട്ടും, കളർ ടോണും ആ ഒരു സംഭവങ്ങളൊക്കെ. പിന്നെ അതുപോലെ ഇങ്ങനെ കുറെ, അതായത് ഇതിന്റെ ഡയറക്ടർ സനി കായിദം എന്ന് പറഞ്ഞൊരു പടം എടുത്ത ഡയറക്ടറാണ്. അതിന് റോക്കി എന്ന് പറഞ്ഞ സിനിമ എടുത്ത ഡയറക്ടറാണ്. സനി കായിദം എനിക്ക് ഒടുക്കത്തെ ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു. അതിനകത്ത് നമ്മുടെ ധനുഷിന്റെ തന്നെ ചേട്ടനായ സെൽവരാഘവനും പിന്നെ നമ്മുടെ കീർത്തി സുരേഷുമാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അവർ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തൊരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അത് കുറച്ചുകൂടി ഒരു ആർട്ട് സ്റ്റൈലിലായിരുന്നു. ഒരു റിവെഞ്ച് പടമാണെങ്കിൽ പോലും ഒരു ആർട്ട് സ്റ്റൈലിൽ അത് പിടിച്ചേക്കുന്നത്. ചാപ്റ്റർ വൈസ് ആണ് ഈ സിനിമയും, ചാപ്റ്റർ വൈസ് ആണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തട്ടോ. ഒരു പ്രത്യേക രീതിയിലാണ് ഈ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു മേക്കിംഗ് ആയാലും എല്ലാം കൊണ്ടും എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമയിൽ ധനുഷ് പൊന്നാളി എന്ത് പെർഫോമൻസ് ആണ്. അതായത് ഒടുക്കത്തെ പെർഫോമൻസ് ആണ്. ചത്ത് മരിച്ച് അഭിനയിക്കണം. പിന്നെ ഇതിനകത്ത് വേറെ നടന്നുണ്ട്, എനിക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയോന്നുള്ളത്. അങ്ങേർക്ക് എന്തൊരു സ്ക്രീൻ പ്രസൻസ് ആണ്. പുള്ളി വെറുതെ സ്ക്രീനിൽ വരുമ്പോ തന്നെ ഒടുക്കത്തെ സ്ക്രീൻ പ്രസൻസ് ആണ്. അത് ആരാണ് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്കൊന്ന് ചിലവരെങ്കിലും ഈ സിനിമയിൽ ഉണ്ടോ ഇല്ലോ എന്ന് അറിയാൻ പാടാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. ഒരു കന്നഡ എന്നുള്ള ഒരു വലിയ സ്റ്റാറാണ്, ഒരു രക്ഷയില്ല പുള്ളി. ഞാൻ ഇതുവരെ പുള്ളിനെ ഏതൊക്കെ സിനിമയിലൊക്കെ കണ്ടിരുന്നു, ആ സിനിമയിലൊക്കെ പുള്ളി വെറുതെ ഒന്ന് നിന്നാൽ മതി. അപാര സ്ക്രീൻ പ്രസൻസ് ആണ് അങ്ങേർക്ക്. പിന്നെ അങ്ങേരും ധനുഷിന്റെ ഒരു കോംബോ ഡാൻസ് ഒക്കെ ഉണ്ട്. എന്ത് പവറാണ് ഡാൻസിന്. ഇത്ര ഏജ് ഉണ്ടായിട്ട് പുള്ളിക്ക് എന്ത് ചുറുചുറുക്കോടെ എന്തൊരു എനർജിയിലാണ് ഡാൻസ് പോലും കളിക്കുന്നത്. അതാണ് അതായത് എനിക്ക് തോന്നുന്നു ഈ സൗത്ത് ഇന്ത്യയിലെ മറ്റുള്ള നടന്മാർ, ഇപ്പൊ എനിക്കൊന്ന് മലയാളത്തിൽ വളരെ കുറച്ച് നടന്മാരെ അത്ര എഫേർട്ട് ഇടുന്നുള്ളു. മറ്റുള്ള സ്ഥലത്ത് ഇപ്പൊ തെലുങ്കിലെടുത്ത് നോക്കും, നമ്മുടെ രാംചരൺ, അല്ലു അർജുൻ, NTR, പറയാൻ പോലെ ലിസ്റ്റ് ഒരു കുന്ന് നടന്മാരുണ്ടാവും. തമിഴിൽ പിന്നെ പറയണ്ട, വിജയ്, സൂര്യ, നമ്മുടെ വിജയ് അല്ല, സൂര്യ, പിന്നെ നമ്മുടെ ആരാണ് വിക്രം, കമലഹാസൻ, അങ്ങനെ കണ്ടാമാനം ആൾക്കാരുണ്ട്. ഒടുക്കത്തെ ഡെഡിക്കേഷൻ. അത് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇവന്മാര് ചാകും. അങ്ങനത്തെ ലെവലിലാണ് ഇവര് അഭിനയിക്കുന്നത് ഈ സിനിമയിൽ. എന്താണ് ധനുഷ് ഇതിൽ കൂടുതലൊരു നടനൊക്കെ ചെയ്യാനുണ്ടോന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അത്രയും കിടിലായിട്ടാണ് ധനുഷിന്റെ റൈറ്റ് ഫ്രം ലുക്സ് ആയിക്കോട്ടെ. ഇതിനകത്ത് വിവിധ തരം ലുക്കുകളുണ്ട്, പല കാലഘട്ടത്തിൽ കാണിക്കുന്ന പല ഏജിലുള്ള ലുക്കുകളുണ്ട്. അതൊക്കെ ധനുഷ് വേറെ ലെവലാണ്. വേനൽക്കാര്യത്തിൽ വേറെ ലെവല് മുത്താണ് മച്ചാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സൗണ്ട് ഡിസൈൻ, പിന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന GV പ്രകാശ് കുമാറിന്റെ സൗണ്ട് ഡിസൈൻ ആരും ചെയ്തെന്നറിയില്ല. എന്താണ്, ഞങ്ങൾ ഡോൾബി അറ്റ്മോസിലാണ് കണ്ടത്. അമ്മാതിരി കിടിലൻ സൗണ്ട് ഡിസൈനാണ്. പിന്നെ ചില സ്ഥലത്ത് മ്യൂസിക് എന്ന് പറഞ്ഞാൽ രോമാഞ്ചം, രോമാഞ്ചം വരുന്ന ഒരു ടൈപ്പ് ഓഫ് രീതിയിലാണ് ഇതിനകത്ത് ഇത് പോയേക്കണത്. BGM കാര്യങ്ങളൊക്കെ വെച്ചേക്കണത്. പിന്നെ ക്യാമറ വർക്ക്, ആരാണ്ടാ ക്യാമറ ചെയ്തേക്കണത്. ഇതിന്റെ ഒപ്പം ചില ഷോട്ടുകളൊക്കെ ഉണ്ട്. ലോങ് ഷോട്ടിന്റെ പൂരമാണ്. സൈനികായുധത്തിൽ തന്നെ വേറെ ലെവല് കുറെ ലോങ് ഷോട്ട് ഉണ്ടായിരുന്നു. അതേ ക്യാമറമാൻ ആണെന്ന് എനിക്കറിയില്ല. അപാര ലോങ് ഷോട്ടുകൾ, വേറെ ഒരു സീക്വൻസ് തന്നെ പലയിടങ്ങളിൽ. ചില സമയത്ത് രാം ഗോപാൽ വർമ്മയുടെ പീക്കിൽ പുള്ളി വേറെ ലെവലിൽ കുറച്ച് പടങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ രക്തചരിത്രമൊക്കെ. അതുപോലെ അത് അവിടെ ക്യാമറ ഇവിടെയൊക്കെ കൊണ്ടുപോയി വെക്കാമോ, ആ രീതിയിലൊക്കെയാണ് ചില ഷോട്ടുകൾ എടുത്തേക്കണത്. അങ്ങനെ ഗംഭീര ഷോട്ടുകൾ. പിന്നെ ഇതിനകത്തുള്ള ഫൈറ്റ് ആയിക്കോട്ടെ, ആക്ഷൻസ് ഒക്കെ ആയിക്കോട്ടെ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു
പക്ക എന്റർടൈനർ ആണ് ആക്ഷൻ സൈഡ് എടുക്കുമ്പോൾ. പിന്നെ ഉണ്ട് ചിലയിടങ്ങളിലൊക്കെ ചില ആക്ച്വലി ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഈ സിനിമയുടെ ലെങ്ത് 2.5 മണിക്കൂറിന് മുകളിലുണ്ട്. അപ്പൊ ആ ഒരു സംഭവം ഉണ്ട്, ഒരു ചെറിയ ആഴ്ചയിൽ അവിടെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾ സിനിമ കണ്ടു തീർന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് പറയാനുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയായിരുന്നു. അറ്റ്ലീസ്റ്റ് എൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇന്ന് തിയേറ്ററിൽ എല്ലാവരും ആർപ്പൊളിച്ച് എൻജോയ് ചെയ്താണ് പടം കണ്ടത്. ആക്ഷൻ സെറ്റ് പീസ് ഒക്കെ കിടിലാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് രോമാഞ്ചപ്പെടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് മൊത്തത്തിലൊരു ഫ്രീഡം ഫൈറ്റ്, ഒരു റെബല്യനാണ്. അത് ഒരു എന്താ പറയാ, അതായത് ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട ഒരു കൂട്ടം ആളുകൾ അമ്പലത്തിൽ പോലും കയറാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും അവരുടെ റെബല്യനും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഒരു ചെറുപ്പക്കാരന്റെ ഒരു എന്താ പറയാ, ഒരു ഗംഭീര ഒരു മാറ്റം, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ. മനുഷ്യ എൻ്റെ അളിയാ വേറെ ലെവൽ മാൻ, വേറെ ലെവൽ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സിനിമ കാണാത്തവരാണെങ്കിൽ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കുഡിലനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. എന്നാൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെയുള്ള ചെറിയ ലാഗുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സിനിമ കിടിലനാണ്. പിന്നെ ഇതിനകത്ത് പ്രിയങ്ക അരുൾമോഹൻ, എനിക്ക് പൊതുവെ പുള്ളിക്കാരിനെ അങ്ങനെ വേറെ സിനിമകളൊന്നും വലിയ എനിക്ക് ബോധിച്ചിട്ടൊന്നുമില്ല. ഡോക്ടറിൽ പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ഡോൺ, അങ്ങനെ കുറെ സിനിമകളിലൊക്കെ ഉണ്ട്. പാട്ടുകളിലൊക്കെ എനിക്ക് പൊതുവെ ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ആക്ടിങ് വൈസ് എനിക്ക് പുള്ളിക്കാരി വലിയ ഒരു താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ ഈ സിനിമയിൽ പുള്ളിക്കാരിക്ക് കൊടുത്തിരിക്കുന്ന നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിനകത്ത് വേറൊരു നടിയുണ്ട്. ഇതിനകത്ത് ഡക്കോയിറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്ത് ധനുഷിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ. അപ്പൊ അതിനകത്ത് ഒരു ഡക്കോയിറ്റ് ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ട്. മോനെ എന്ത് പെർഫോമൻസ്! ആ നടിയുടെ പേരെനിക്കറിയില്ല. കിടിലം, ആരൊക്കെയെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. കിടിലം പെർഫോമൻസ് ആയിരുന്നു, കിടിലം പെർഫോമൻസ്. അപ്പൊ എന്തായാലും എനിക്ക് അടുത്ത പടമുണ്ട് അയലൻ ഒന്ന് പോയി കാണണമെന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അത് അയലൻ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തായാലും മെറി ക്രിസ്മസ് കാണുന്നുണ്ട്. ഈ 2 പടം എനിക്ക് കാണുന്ന ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ കണ്ടിട്ട് അഭിപ്രായം എന്താണെന്നുള്ളത് ഞാൻ ഇന്ന് ഇട്ടാ. അപ്പൊ നിങ്ങളൊന്ന് കണ്ടുപോക്കി വെച്ചാൽ മതി. അപ്പൊ എനിക്ക് പോകാൻ ടൈമായി. അപ്പൊ എന്തായാലും എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. ധനുഷ് മാൻ കിടിലം. ധനുഷ് ഈ അടുത്ത് അഭിനയിച്ചിരിക്കണ എല്ലാ സിനിമയും വേറെ ലെവല് തന്നെയായിരുന്നു. ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ ലോട്ട് ഓഫ് മൂവീസ് മാൻ. കിടിലൻ. അപ്പൊ നിങ്ങൾ എന്തായാലും സിനിമ തിയേറ്ററിൽ കാണേ, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഈ സിനിമ തിയേറ്ററിൽ എൻജോയ് ചെയ്യേണ്ട ഒരു പടമാണ്.